കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ പിണറായി സഖാവേ. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് സർക്കാരിന് കടമെടുക്കുന്നതിനായി കണക്കിൽ കൃത്രിമത്വം കാട്ടിയെന്ന ഒരു ഗുരുതര കണ്ടെത്തലാണ് ഇപ്പോൾ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 12,669.92 കോടിയുടെ കണക്കുകൾ കടമെടുപ്പ് അതായത് ഈ ഒരു കടമെടുപ്പിന് വേണ്ടി അനുമതിക്ക് കേന്ദ്ര സർക്കാരിന് നൽകിയ രേഖകളിൽ കാണിച്ചിട്ടില്ല എന്ന ഒരു ശക്തമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിന് സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചാണ് ഈ വ്യത്യാസം കണ്ടെത്തിയതെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ മുൻ സർക്കാർ കാണിച്ച എല്ലാ കള്ളത്തരങ്ങളും ഒന്നൊന്നായി തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. സർക്കാർ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അവിടെ ഖജനാവിൽ 5,263 കോടി രൂപ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നും പടിയിറങ്ങുമ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു കണക്ക് അവിടെ കാണിക്കുകയും ചെയ്തു എന്നതും മാത്രമല്ല, ഈ കണക്കുകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കടമെടുത്ത കണക്കുകൾ കാണിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അവിടെ കടമെടുപ്പ് അനുമതിക്ക് വേണ്ടി തന്നെ സംസ്ഥാനത്തിന്റെ ബജറ്റ് വിഹിതം, സെസ്, നികുതി, മറ്റു വരവുകൾ എന്നിവയിലൂടെ തന്നെ വായ്പയുടെ മുതലോ പലിശയോ രണ്ടുമോ എന്നിങ്ങനെ തിരിച്ചടയ്ക്കുന്ന കടമെടുപ്പ് വിവരങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ സർക്കാരിന്റെ മറുപടി സ്വീകാര്യമല്ല. വായ്പയുടെ പുതുകാലവും തിരിച്ചടയ്ക്കലും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ CAG നിരീക്ഷണത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ പ്രതിപക്ഷം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ഇനിയും പൊള്ളയായ പരാമർശങ്ങൾ നടത്തി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന് ഇവിടെ ഒരു തട്ടിപ്പും ഇനി നടത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത. സഭയിൽ ഇതിനെല്ലാമുള്ള വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകേണ്ടി വരും. 10 വർഷക്കാലം ജനങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ കണക്കുകൾ അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ വഞ്ചിച്ചതിനുള്ള ഒരു വ്യക്തമായ കണക്കുകളാണ് ഇപ്പോൾ ഇവിടെ തെളിയിക്കപ്പെടുന്നത്. 2024-2025 വർഷത്തിൽ സംസ്ഥാനത്തിന് 37,512 കോടിയുടെ കടമെടുപ്പ് പരിധി കേന്ദ്രം നിശ്ചയിച്ചിരുന്നു. കടമെടുപ്പിന് അനുമതി ലഭിക്കാൻ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ ബജറ്റിന് പുറമെയുള്ള കടമെടുപ്പുകളുടെ കണക്ക് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഫ് ബഡ്ജറ്റ് വായ്പകളായി തന്നെ സംസ്ഥാന സർക്കാർ 2,500 കോടി രൂപ മാത്രമേ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളൂ. ഈ കാലയളവിൽ കിഫ്ബി 889.92 കോടി രൂപ വായ്പ എടുത്തു. 983.09 കോടി രൂപയുടെ പെൻഷൻ കമ്പനി വായ്പ എടുത്തതായി തന്നെ കേന്ദ്രത്തിന് നൽകിയ കണക്കിലുള്ളത്. എന്നാൽ 5,563.09 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ KSEB ഫണ്ടിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% പൊതുകടമായി തന്നെ സംസ്ഥാനത്തിന് എടുക്കാനാവുന്നത്. ഇതിനു പുറമെ തന്നെ 0.50% അധിക വായ്പ എടുക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നതായും പറയുന്നുണ്ട്. ഇതിനുള്ള അർഹതയ്ക്കായി തന്നെ KSEBയുടെ 90% നഷ്ടം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. നഷ്ടം ഏറ്റെടുക്കാൻ 494.29 കോടി രൂപയാണ് KSEBക്ക് നൽകേണ്ടിയിരുന്നത്. 2024 ഡിസംബർ 26 KSEBക്ക് ഈ തുക സർക്കാർ നൽകുകയും അതിന്റെ രേഖകൾ സഹിതം അധിക കടമെടുപ്പിന് അനുമതി തേടി കേരളം കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ 6,149 കോടിയുടെ അധിക വായ്പ എടുക്കാൻ 2025 മാർച്ച് 25 കേന്ദ്രം അനുമതി നൽകുന്നു. KSEBക്ക് നൽകിയ പണം മാർച്ച് 26 സർക്കാർ തിരിച്ചടച്ചു. ഇത് അവിടെ ക്രമരഹിതവും സാമ്പത്തിക ഔചിത്യത്തിന്റെ ഗുരുതരമായ ലംഘനവുമാണ് എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ തിരിച്ചെടുത്ത പണമാകട്ടെ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിനായി തന്നെ ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണം പ്രത്യേക നിയമനിർമ്മാണത്തിന് കീഴിൽ സ്ഥാപിതമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോർപ്പറേറ്റ് ആണ് കിഫ്ബി. അതിനാൽ തന്നെ കിഫ്ബിയുടെ കടമെടുക്കൽ സംസ്ഥാനത്തിന്റെ കടമെടുക്കലും അല്ല എന്നും സ്വതന്ത്ര വായ്പകളാണ് എന്നതാണ് സർക്കാർ ഇവിടെ CAGക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്. മാത്രമല്ല, പെൻഷൻ കമ്പനിയുടെ 4,580 കോടി രൂപയുടെ വായ്പകൾ നിലവിലുള്ള വായ്പകൾ അതിന്റെ പകുതിയിലാണ്. അവ പുതിയ വായ്പകളായി തന്നെ കണക്കാക്കില്ല എന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.